BJP അടിമുടി ഉടച്ച് വാർക്കപ്പെട്ടു. സാക്ഷാൽ അമിത്ഷാജി ഇന്നിപ്പോ നേതാക്കളെയൊക്കെ കാണുന്നുണ്ട്. അമിത്ഷാജി തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? ഇവിടെ നിന്ന് ആകെ ഒരു MP മാത്രമാണുള്ളത്. 21 പഞ്ചായത്തുകളിൽ മാത്രമാണ് BJP ഉള്ളത്. 200ഓളം സീറ്റ് വാർഡുകളിൽ മാത്രമാണ് BJP വിജയിച്ചിട്ടുള്ളത്. ഇത്ര ചെറിയ ഒരു BJP അന്തരീക്ഷമുള്ള നാട്ടിൽ ഇത്രയും വലിയ പടലപ്പിണക്കുകളും ഗ്രൂപ്പ് അടിയും നടക്കുമോ എന്ന് അമിത്ഷാ അന്തിച്ചു നിൽക്കുകയാണ്. വലിയ സാമ്രാജ്യമായ UP-യിൽ പോലും ഇങ്ങനെ അടിയില്ലേ? എന്തെങ്കിലും രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ടാകും, അത് കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ തീരും. ഇവിടെ അങ്ങനെയല്ല. വി മുരളീധരൻ ഒരു വഴിക്ക്, K സുരേന്ദ്രൻ ഒരു വഴിക്ക്, ശോഭാ സുരേന്ദ്രൻ കുറച്ചു മുമ്പ് വരെ ഒരു വഴിക്കായിരുന്നു, ഇപ്പൊ അവരൊരു വഴിക്കായി. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ BJP ടീം ആരെയാണ് വെട്ടി ഒതുക്കി പാർട്ടിയെ നന്നാക്കാൻ ശ്രമിച്ചത്? വി മുരളീധരനെ അടപടലം പുറത്താക്കി, അടപടലം അടച്ച് ആക്ഷേപിച്ച് പടി അടച്ച് പിണ്ടം വെച്ചു എന്ന് പറയാം. സുരേന്ദ്രന് പിന്നെ അവിടെ ചില മിന്നാമിനുങ്ങ് പോലെ അവിടെ മിന്നിത്തിളങ്ങുന്നുണ്ട് സുരേന്ദ്രന്റെ സുരേന്ദ്ര പക്ഷക്കാർ. അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. പുതിയ സംസ്ഥാന സമിതി നേതാക്കളെ പ്രഖ്യാപിച്ചു. എന്തിന്? മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണൻ ഇല്ലേ ഇല്ല. മുമ്പ് അനിൽ സ്പ്രേയുടെ പരസ്യം കേൾക്കില്ലേ? അതുപോലെ മറ്റേ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ പോലെ AN രാധാകൃഷ്ണൻ ഇല്ല. അടുത്ത നാരായണൻ നമ്പൂതിരി, ഇവരൊക്കെ വലിയ പ്രമാണിമാരായിരുന്നു, ഇല്ലേ ഇല്ല. പിന്നെന്താണ്? C ശിവൻകുട്ടി ഇല്ലേ ഇല്ല. അടുത്തെന്താണ്? പ്രമീള ദേവി, അവരും ഇല്ലേ ഇല്ല. ഇനി മറ്റൊരു നേതാവുണ്ട്, പത്മജ വേണുഗോപാൽ. കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു പോയ പത്മജയ്ക്കും ഒരു സ്ഥാനമാനങ്ങളും BJP നൽകിയിട്ടില്ല. ഇതിനെ സന്ദീപ് വാര്യർ പൊളിച്ച് കോനയടിക്കുന്നുണ്ട് പത്മജയെ. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. BJP-യുടെ ഇത് പറഞ്ഞാൽ മതിയല്ലോ, ടീമിനെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ വി മുരളീധരനെയും K സുരേന്ദ്രനെയും പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ. അതിന് രാജീവ് ചന്ദ്രശേഖർ തെളിവ് സഹിതം ഇവർ നടത്തിയ ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അഴിമതി കാര്യങ്ങളിൽ, സ്വജനപക്ഷ കാര്യങ്ങളിൽ തെളിവ് സഹിതമാണ് കേന്ദ്ര നേതാക്കളെ കണ്ട് ബോധിപ്പിച്ചത്. ഇവരെ ഇങ്ങനെ കമ്മിറ്റിക്കകത്ത് നിർത്തിയാൽ, ഇവരുടെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ BJP എന്ന് പറയുന്നത് കേരളത്തിൽ വെറും എഴുത്ത് മാത്രമായിരിക്കും. ബാക്കി പണമെല്ലാം നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പണം മുഴുവൻ, കേന്ദ്രം എന്ന് പറഞ്ഞാൽ BJP-യുടെ കേന്ദ്ര കമ്മിറ്റി കൊടുക്കുന്ന ഫണ്ട് മുഴുവൻ ഇവർ കീശയിലാക്കി തിന്നു വീർക്കുകയാണ്. ഇവർ അതുകൊണ്ട് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇവർക്കെതിരെ നടപടി വേണം. അപ്പോൾ അമിത്ഷാ പച്ചക്കൊടി കാണിച്ചു. രാജീവ് ചന്ദ്രശേഖർ ജിക്ക് തോന്നുന്നത് പോലെ ഉചിതം പോലെ അങ്ങ് ചെയ്തോളൂ. അങ്ങനെ ഉചിതം പോലെ ചെയ്തപ്പോഴാണ് സുരേന്ദ്രൻ ഇട്ട് കൊട്ട് കിട്ടിയത്. സുരേന്ദ്രൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ശോഭാ സുരേന്ദ്രനെ വെട്ടി ഒതുക്കി വൈസ് പ്രസിഡന്റ് ആക്കി. പദവി കേൾക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയേക്കാൾ മുകളിലായിരിക്കുമെന്ന് തോന്നും. പക്ഷേ വൈസ് പ്രസിഡന്റുമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റികൾ കൂടുമ്പോൾ അവിടെ അധ്യക്ഷ പദവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അങ്ങനെ എന്തെങ്കിലും റോൾ മാത്രമേ ഉള്ളൂ. താരതമ്യേന ചെറിയ റോളാണുള്ളത്. പിന്നെ മേഖലാ അധ്യക്ഷന്മാർ വേറെയുണ്ട്, അവർക്കും താഴെയാണ് വൈസ് പ്രസിഡന്റുമാരുടെ പദവി വരുന്നത്. അങ്ങനെ പാർട്ടിയുടെ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന ശോഭാ സുരേന്ദ്രനെ വെട്ടി ഒതുക്കി വൈസ് പ്രസിഡന്റ് ആക്കി മൂലക്കിരുത്തിയ ആളാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് ആ സുരേന്ദ്രന് മുന്നിൽ വെച്ച് തന്നെ ശോഭാ സുരേന്ദ്രനെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുപോലെ തന്നെ PK കൃഷ്ണദാസ് MT രമേശിന് വേണ്ടി വാദിച്ചുകൊണ്ടേയിരുന്നു. MT രമേശ് ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വെള്ളം കോരിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ സുരേന്ദ്രൻ തഴഞ്ഞു, മൂലക്കിരുത്തി. MT രമേശിനും ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. പിന്നെയുള്ള സുരേഷാണ്. സുരേഷ് രാജീവ് ചന്ദ്രശേഖർജിയുടെ വലങ്കയാണ്, വിശ്വസ്തനാണ്. സുരേഷിന് ജനറൽ സെക്രട്ടറി സ്ഥാനം എന്തുകൊണ്ടും അദ്ദേഹം അർഹിക്കുന്നതാണ്. അദ്ദേഹത്തിനും സെക്രട്ടറി സ്ഥാനം കിട്ടി. ഇനിയുള്ളത് അനൂപ് ജോസഫാണ്. അനൂപ് ജോസഫ് RSSന്റെ നോമിനിയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള RSSന്റെ നോമിനി ആയതുകൊണ്ട് അനൂപിനെയും നേരെ എവിടെ വെച്ചു? ജനറൽ സെക്രട്ടറി പദവിയിൽ വെച്ചു. അങ്ങനെ 4 ജനറൽ സെക്രട്ടറിമാരുടെ വേക്കൻസി പൂർത്തിയാക്കി, വേക്കൻസി നിറച്ചു. ഈ ആന്റണി ജോസഫ് RSSന്റെ നോമിനിയാണ്. പിന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലോട്ടറി അടിച്ചത് ഷോൺ ജോർജിനാണ്. ഷോൺ ജോർജ് പാർട്ടിയുടെ BJP-യുടെ വൈസ് പ്രസിഡന്റായി. നാളിതുവരെ കൊടിപിടിക്കുകയോ RSS ശാഖയിൽ പോവുകയോ BJP-ക്ക് സമരം നയിക്കുകയോ ചെയ്യാത്ത ഷോൺ ജോർജ് അപ്പൻ BJP ആയപ്പോൾ കൂടെ BJP ആയി. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആയിരിക്കുന്നു. ഇതിനെയൊക്കെയാണ് സന്ദീപ് വാര്യർ കളിയാക്കി പറയുന്നത്. ഇതിൽ പല ആളുകളെയും അബ്ദുള്ളക്കുട്ടി, ദേശീയ അബ്ദുള്ളക്കുട്ടി എന്നാണ് കളിയാക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയും പത്മജ വേണുഗോപാലും ഒക്കെ നാളിതുവരെ BJP-ക്ക് വേണ്ടി എവിടെയെങ്കിലും സമരത്തിൽ പങ്കെടുത്തോ, എവിടെയെങ്കിലും അടികൊണ്ടോ, അറസ്റ്റ് വരിച്ചോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത പലരെയും പാർട്ടി തഴയുകയും ചെയ്തു. ഇപ്പോൾ ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റായി, ഈ ആന്റണി ജോസഫ് ജനറൽ സെക്രട്ടറിയുമായി മാറിയിരിക്കുന്നു.
ഇനി പാർട്ടി പുനഃസംഘടനയിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, മുരളീധരനെയും കെ സുരേന്ദ്രനെയും അടപടലം അടച്ച് ആക്ഷേപിച്ച് പടി അടച്ച് പിണ്ടം വച്ച് പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. ഇനി ഇവരുടെ പ്രവർത്തനം, ആ പ്രവർത്തനം എങ്ങനെ ആക്കണമെന്ന് വെച്ചിട്ടാണ് അമിത്ഷാജി ഇന്ന് 4 ജില്ലകളിലെ നേതാക്കളെ, വാർഡ് തലത്തിലുള്ള നേതാക്കളെ നേരിട്ട് കാണുന്നതും മറ്റു ജില്ലകളിലെ ആളുകൾ ഇത് വെർച്വലായി ഓൺലൈനിൽ കണ്ട് കോൾമയർ കൊള്ളുന്നതും. ഇവരോട് പറയുന്നത്, നിങ്ങൾ 1200 സീറ്റുകൾ വാർഡുകളിൽ നിന്ന് 1000-ലധികം സീറ്റുകളിലേക്ക് മാറണം, 21 നിന്ന് 200 എത്തണം. അങ്ങനെയെല്ലാം 10ഉം 15ഉം ഇരട്ടി ടാർഗറ്റാണ് കൊടുക്കുന്നത്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഈ വികസിത ടീമിന്, രാജീവ് ചന്ദ്രശേഖർജി രൂപീകരിച്ച ടീമിന് കഴിയുമോ കഴിയില്ലേ എന്നതാണ് അടുത്ത ചോദ്യം. ഈ സുരേന്ദ്രനെതിരെ പാലം വലിച്ചിട്ട്, മുരളീധരനെതിരെ പാലം വലിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർജി വെള്ളം കോരിയാൽ അത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം നിറയ്ക്കുന്നത് പോലെ ആകില്ലേ എന്നാണ് സാധാരണ BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ചോദ്യം. കാരണം BJP ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന്, രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പാർട്ടി ഓഫീസായി, പുതിയ പ്രസിഡന്റായി, അപ്പോൾ പുതിയ നയങ്ങളും വേണം എന്ന് ശഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് അനുഭാവികൾ പറയുന്നത്. ഹിന്ദു വർഗീയതയിൽ ഊന്നി നിന്നിരുന്ന BJPക്ക് ഒരു ന്യൂനപക്ഷ പ്രീണന മുഖം കൂടി നൽകാൻ രാജീവ് ചന്ദ്രശേഖർജി ഒരുക്കമാണ്, തയ്യാറാണ്. അതിന്റെ മുന്നോടിയാണ് ആന്റണി ജോസഫും ഷോൺ ജോർജും ഒക്കെ. മുൻപം വിഷയം മുതൽ ഇവർക്കൊക്കെയാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും മുറുമുറുപ്പും ഉണ്ട് രാജീവിനോട്. രാജീവ് തയ്യാറാക്കിയ ഈ പട്ടിക വച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഭാരവാഹികളെയും വച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷനെയും അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്നതെങ്കിൽ BJP പ്രതീക്ഷിച്ചതുപോലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതുപോലെ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ ഇടയില്ല എന്ന ഒരു വിചിന്തനം പാർട്ടിക്കിടയിലുണ്ട്. RSSനും ഉണ്ട്. പക്ഷെ RSS തുറന്നു കാണിക്കുന്നില്ല. RSSുമായി വളരെ രമ്യതയിലാണ് രാജീവ് ചന്ദ്രശേഖർജി എന്നാണ് പുറമേ ഉള്ള വെപ്പ്. ഈ പുറമേയുള്ള വെപ്പെങ്കിലും യാഥാർത്ഥ്യമായാൽ നിലമ്പൂരിൽ കിട്ടിയതുപോലെ കുറച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ, 100 വോട്ടുകളെങ്കിൽ 100 വോട്ട്, അങ്ങനെ വോട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ കൂടിയേക്കാം. അതാണ് ഇവരുടെ വിലയിരുത്തൽ. പക്ഷേ വലിയൊരു മുന്നേറ്റം ഈ പുതിയ ടീം വെച്ച് നടത്താൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് വിധി എഴുതപ്പെടുന്നത്.